ഒരു ദിവസത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് 50 പേർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയ മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രതിഷേധം ശക്തമാവുകയാണ്. സംസ്ഥാനത്ത് പലയിടത്തും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റൊക്കെ ബഹിഷ്കരിച്ചു. തിരുവനന്തപുരം മുട്ടത്തറ ടെസ്റ്റ് ഗ്രൗണ്ടിലെത്തിയ 120 പേരാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിലായത്. ഗതാഗത വകുപ്പിന്റെ തീരുമാനം ടെസ്റ്റ് പൂർത്തിയാക്കി വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരെ പോലും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. AK സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ, ഈ ഗതാഗത മന്ത്രിയുടെ ഈ തീരുമാനം വന്നപ്പം മുതൽ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അവരെ പ്രതിഷേധം അറിയിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യമൊക്കെ പറയുമ്പോഴേ രാവിലെ വന്ന് ക്യൂ നിൽക്കുന്നതായിരിക്കും ഈ ആളുകളെല്ലാം തന്നെ. അപ്പോൾ ഈ 50 പേർക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തുന്നത് അവരെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല നമ്മൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഒരു ഊഴത്തിന് വേണ്ടി കാത്തിരിപ്പും കാര്യങ്ങളും ഒക്കെ ആവും. അപ്പോൾ ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുകയാണോ? സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും ഇത്തരം പ്രതിഷേധം ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നു. സേതുലക്ഷ്മി, സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിർദ്ദേശമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ ഒരു നിർദ്ദേശം വന്നത്. അതായത് സാധാരണ ഈ മുട്ടത്തറയിലുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ രാവിലെ എത്തിക്കഴിഞ്ഞാൽ 120 അല്ലെങ്കിൽ 150ഓളം ആളുകൾ ടെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്നും അത്തരത്തിൽ ആളുകളെത്തി. പക്ഷേ 50 പേരെ മാത്രമേ ഈ ടെസ്റ്റിൽ പങ്കെടുപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ 50 പേരെ മാത്രമേ ഈ ആദ്യം എത്തിയ ആ 50 പേരെ ടെസ്റ്റിൽ പങ്കെടുപ്പിക്കാം എന്നുള്ളതായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അത് വലിയൊരു പ്രതിഷേധത്തിന് ഇടയാക്കി. കാരണം ബാക്കിയുള്ളവരൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് പേര് പല വിദേശത്തേക്ക് ജോലിക്ക് പോകേണ്ട ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാവുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ